ലക്ഷദ്വീപിന്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഷിപ്പ് ഇറങ്ങി ബോട്ടില് നേരെ നമ്മുടെ കൽപ്പേനി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ജസ്റ്റ് ഒന്ന് റിലാക്സിന് വേണ്ടി റൂമിലേക്ക് പോയി. ആദ്യം തന്നെ നമ്മളെ വിഷ്വൽ ബ്യൂട്ടി കാണിച്ചു തരാം. എന്ത് മനോഹരമായ സ്ഥലം, എന്ത് പീസ്ഫുള്ളായ സ്ഥലം. വാവ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് പഞ്ചായത്ത് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഓഡിറ്റോറിയം എന്ന് പറയാ. ഓക്കെ, വാട്ടെവർ. ഈ ഒരു സ്ഥലത്ത് അവിടെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 ആൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിന് മാത്രം വലിയൊരു സ്ഥലത്താണുള്ളത്. അത്ര വലിയൊരു സ്ഥലം. സ്ഥലത്തിന് ശരിക്കും പറഞ്ഞാൽ ക്ഷാമം ഇല്ലാന്ന് ഇവിടെ വന്നാ പറയാ. ദ്വീപാണ്, സ്ഥലം ഇല്ലാന്ന് ഒരിക്കലും പറയണ്ട. അത്രക്കും വലിയ ബീച്ചും ഉണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് 4 സ്ഥലത്ത് നോക്കിയാലും ബീച്ചേ ഉണ്ടാവും. ആ ഒരു രീതിയിലുണ്ടാവും ആ കാര്യങ്ങള്. പിന്നെ കാക്കയില്ലാന്ന് പറയുന്ന കുറെ ആൾക്കാരോട് പ്രത്യേകിച്ചിട്ട് കാക്കയേ ഉള്ളൂ എന്ന് പറയാ. അതിന് മാത്രം കാക്ക ഉണ്ട്. തെങ്ങ് ഒരുപാട് തെങ്ങുണ്ട്, ഒരുപാട് കാക്കകളുണ്ട്. നായി ഉണ്ടാവില്ല എന്ന് പറയുന്ന കേട്ടൊക്കെ. നായിന് ഇതുവരെ കണ്ടിട്ടുമില്ല. നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്ററിന്റെ അപ്പുറത്തായിരിക്കുമല്ലോ ഷിപ്പ് വെച്ചിട്ടുണ്ടാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ബോട്ടിലേക്ക് വരണം. ഷിപ്പ് അടുപ്പിക്കാൻ പറ്റില്ല. ഏത് സൈഡ് നോക്കിയാലും അല്ലേ? പുതിയൊരു സ്ഥലമായതിന്റെ മെയിൻ ആയത് നമ്മൾ എവിടെ നോക്കിയാലും പുതിയ അനുഭവങ്ങൾ മാത്രം. അതൊരു രക്ഷയില്ല. എന്താ പറയാ, എല്ലാം ശരിയായ സംഭവം. നമ്മൾ ഏകദേശം വന്നത് മുതൽ ഇവിടെ എത്തിയത് വരെ എല്ലാം അടിപൊളി, മാഷാ അല്ലാഹ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതോ അടിപൊളിയാക്കാന്നുള്ള രീതിയിൽ നമ്മുടെ ടീം വർക്കുണ്ട് അല്ലേ? ടീമിന്റെ സജഷൻ നമ്മളായിട്ടില്ല. നമുക്കൊരു ടീമിന്റെ റിവ്യൂ അവരുമായിട്ടുള്ള അനുഭവം വെച്ചതിന് ശേഷം പറയാം. നല്ല സ്ഥലങ്ങളുണ്ടടാ, അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. പിന്നെ ഒരാൾക്ക് മാത്രം സുഖമില്ലായ്മ വന്നിട്ടുണ്ട്. ഷെബൂന്. ബാക്കിയുള്ളവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കാണുന്നുണ്ട്. നമ്മൾ സ്റ്റേയിലേക്ക് ശരിക്കും പോയിട്ടില്ല. പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും BSNLന്റെ സിമ്മ് മസ്റ്റാണ്. ബാക്കി ഒരു സിമ്മിനും ഇവിടെ റേഞ്ച് ഇല്ല. കൽപ്പേനിൽ റേഞ്ച് ഇല്ല. അകത്തി ആ ഒരു ഭാഗത്തുണ്ട് തോന്നുന്നുണ്ട്. എയർടെൽ ആയതിനല്ലോ അവരെത്തി ആ ഒരു ഭാഗത്തൊക്കെ. ഈ കൽപ്പേനി ഭാഗം ഷിപ്പ് വരുന്ന സ്ഥലമാണ് കൽപ്പേനി. പിന്നെ ഈ അകത്തി കാര്യങ്ങൾ വരുന്നത് ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിൽ വന്നിട്ട് ഇറങ്ങി. അത് രണ്ട് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ്, അതായത് നമ്മളൊരു ലൈഫിൽ മസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതിൽ പെട്ടതാണ് ഷിപ്പ്. ഒരിക്കൽ ലക്ഷദ്വീപിൽ ഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഷിപ്പിൽ വരണം എന്നുള്ള സജഷൻ ഇല്ല. പിന്നെ ഫ്ലൈറ്റിൽ വരാം. കാരണം ഷിപ്പ് ഏകദേശം ഒരു 10-12 മണിക്കൂറിന് മേലെങ്ങാനും എടുക്കുന്നുണ്ട്. ഒരു വിസിറ്റ് മസ്റ്റായിട്ട്. അത് കാര്യം അതിലൊരു അതെ, മറ്റേ മോഷൻ സിക്നസ് എല്ലാം പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. ഒരു തേങ്ങയില്ല. നമ്മള് ശരിക്കും പറഞ്ഞത് അനങ്ങുന്നവരെ അത്ര തിരിയൂല. ആ ഒരു രൂപത്തിലാണ് ഷിപ്പിന്റെ കാര്യം. ചെറിയൊരു ചേരി ഒരു ടൈം കഴിഞ്ഞാൽ അങ്ങ് ചെരിഞ്ഞു ചെറുതായി. നമ്മള് മറ്റേ ആടി വന്നിട്ട് നമുക്ക് തല ഇതാകുന്ന വിഷയങ്ങൾ അത് ബോട്ട് കാര്യമുണ്ട്. ബാക്കി ഷിപ്പിന്ന് ആ ഒരു പ്രശ്നങ്ങളേ ഉണ്ടാവും. നമ്മളെ റൂം ഏറ്റവും താഴെയല്ലേ, അപ്പൊ ചെറിയൊരു സ്വിങ് ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട്. അത് നമ്മൾ അങ്ങനെ അറിയൂല. ഇന്നലത്തെ വീഡിയോ ഞാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏത് ക്യാഷ് ഉണ്ടോ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് ഇത്രയും കൂടി ഉണ്ടാവില്ല. ബങ്കന്നെ അടിപൊളിയാ, പെർഫെക്റ്റ്. കാരണം നമുക്ക് നമ്മളതായ പ്രൈവസി കിട്ടുന്നുണ്ട്. ആരുമായിട്ട് വലിയ വിഷയങ്ങൾ വരുന്നില്ല. നമുക്ക് പ്രൈവസി ഇല്ലാന്നുള്ള ഒരു വിഷയം. നമ്മൾ ഡോർമെട്രി ആണെന്ന് പറയുമ്പോൾ പ്രൈവസി ഇല്ലാന്ന് വിചാരിക്കും. നല്ല പ്രൈവസിയാണ്. പിന്നെ ഉറങ്ങാന്നല്ലേ, നമ്മളെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങും. അല്ലെ ബോഡി തളർന്നാല് ട്രിപ്പ് ഫ്ലോപ്പോ. ആ ഒരു വിഷയം വരാണ്ടിരിക്കേണ്ടതിന് മാത്രം. അല്ല, പവർ ബാങ്ക് കാര്യങ്ങൾ, ചാർജർ, അങ്ങനത്തെ കുറച്ച് എടുക്കണം. മെഡിസിൻസ് എല്ലാം മസ്റ്റ് ആയിട്ട് എടുക്കണം. മെഡിസിന്, പവർ ബാങ്ക്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് തുടരെ കാണാം.